പ്രതിരോധശേഷി ഭൂഖണ്ഡങ്ങൾക്കപ്പുറവും വ്യാപിപ്പിക്കാൻ ശേഷിയുള്ള അഗ്നി-6 മിസൈൽ നിർമ്മാണത്തിന് പൂർണ്ണ സജ്ജമാണെന്ന് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യയുടെ ദീർഘദൂര പ്രതിരോധ ശേഷിയിൽ പുതിയ അധ്യായം കുറിക്കപ്പെടാൻ പോവുകയാണ്. രാജ്യത്തെ പ്രതിരോധ രംഗം ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന അഗ്നി-6 മിസൈൽ സാങ്കേതികമായി പൂർണ്ണ സജ്ജമാണെന്ന് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDOയുടെ ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് വ്യക്തമാക്കിയിരിക്കുകയാണ്. നാഷണൽ സെക്യൂരിറ്റി സമ്മിറ്റിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഈ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത്. ഈ പദ്ധതി ഇനി കേന്ദ്ര സർക്കാരിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. അഗ്നി ശ്രേണിയിലെ മിസൈലുകൾ ഇന്ത്യയുടെ തന്ത്രപ്രധാന പ്രതിരോധ സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. ഈ ശ്രേണിയിലെ പുതിയതും ഏറ്റവും ശക്തവുമായ സംവിധാനമാണ് അഗ്നി-6. നിലവിലുള്ള മിസൈലുകളെക്കാൾ ഏറെ ദൂരപരിധിയും കൂടുതൽ ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയും അഗ്നി-6-നുണ്ടാകുമെന്നാണ് DRDO വ്യക്തമാക്കുന്നത്. ഏകദേശം 8000 മുതൽ 12000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഈ മിസൈൽ ഇന്ത്യയെ പൂർണ്ണമായും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അഥവാ ICBM ശേഷിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഉയർത്തും. അഗ്നി-6ന്റെ ഏറ്റവും പ്രധാന സവിശേഷതകളിലൊന്ന് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾസ് അഥവാ MIRV സാങ്കേതിക വിദ്യയാണ്. ഇതിലൂടെ ഒരേ മിസൈലിൽ നിന്ന് ഒന്നിലധികം പോർമുനകൾ വേർതിരിച്ച് വിവിധ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് അയക്കാൻ കഴിയും. ഓരോ പോർമുനയും സ്വതന്ത്രമായി ലക്ഷ്യം കണ്ടെത്തി കൃത്യമായി പ്രഹരിക്കാൻ കഴിവുറ്റതാണ്. ഈ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഇന്ത്യയുടെ തന്ത്രപ്രധാന പ്രതിരോധ ശേഷിയെ ഗണ്യമായി ഉയർത്തും. ഏകദേശം 3 ടൺ വരെ ഭാരം വഹിക്കാൻ കഴിയുന്ന അഗ്നി-6 അഗ്നി ശ്രേണിയിലെ മുൻഗാമിയായ അഗ്നി-5 മിസൈലിനേക്കാൾ ശക്തമായ സംവിധാനമായിരിക്കും. കൂടുതൽ ദൂരപരിധിയും ഉയർന്ന ആയുധവാഹക ശേഷിയും ഒരുമിപ്പിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി പ്രഹരിക്കുന്നതിന് ഈ മിസൈലിനെ പ്രാപ്തമാക്കുന്നു. ഇത് ഇന്ത്യയുടെ ആണവ പ്രതിരോധ നയത്തിന് വലിയ കരുത്തു പകരും. ആഗോളതലത്തിൽ സുരക്ഷാ സാഹചര്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു മിസൈൽ സംവിധാനത്തിന്റെ പ്രാധാന്യം ഏറി വരികയാണ്. തന്ത്രപ്രധാന പ്രതിരോധത്തിൽ ശക്തമായ നിലപാട് കൈവരിക്കാൻ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം ശക്തമാകുമ്പോൾ ഇന്ത്യയുടെ സാങ്കേതിക പുരോഗതിയും സ്വയം പര്യാപ്തതയും ശ്രദ്ധേയമാകുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ അഗ്നി-6 വലിയ മുന്നേറ്റം തന്നെയാണ്. വർഷങ്ങളായുള്ള ഗവേഷണവും വികസനവും ചേർന്നാണ് ഈ മിസൈലിനായുള്ള സാങ്കേതിക വിദ്യ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്തത്. തീർത്തും തദ്ദേശീയ ആശയമായ ഈ മിസൈൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയുടെ ശക്തമായ അടയാളമാണ്. വിദേശ സാങ്കേതിക ആശ്രയത്വം കുറച്ച് സ്വതന്ത്രമായ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ രാജ്യത്തിന്റെ മുന്നേറ്റം ഈ മിസൈലിന്റെ വികസനം രേഖപ്പെടുത്തുന്നു. മിസൈൽ സാങ്കേതികമായി തയ്യാറായിട്ടുണ്ടെങ്കിലും അത് സൈന്യത്തിൽ ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് സർക്കാർ അനുമതി ആവശ്യമാണ്. പരീക്ഷണങ്ങൾ, സുരക്ഷാ വിലയിരുത്തൽ, പ്രവർത്തന പരിശോധനകൾ തുടങ്ങിയ ഘട്ടങ്ങൾ പൂർത്തിയാക്കിയ ശേഷമേ ഈ മിസൈൽ ഔദ്യോഗികമായി സേനയിലേക്ക് കൂട്ടിച്ചേർക്കാനാകൂ. കേന്ദ്ര സർക്കാർ പച്ചക്കൊടി കാട്ടിയാൽ അഗ്നി-6 ഇന്ത്യയുടെ ആയുധപ്പുരയിൽ ഇടം നേടും. അഗ്നി-6 പ്രവർത്തന സജ്ജമാകുന്നതോടെ ഇന്ത്യ ആഗോളതലത്തിൽ ശക്തമായ പ്രതിരോധ ശേഷിയുള്ള രാജ്യങ്ങളുടെ ഗണത്തിൽ കൂടുതൽ ഉറച്ച സ്ഥാനം നേടും. ഉത്തരവാദിത്വമുള്ള ആണവശക്തി എന്ന നിലയിൽ രാജ്യത്തിന്റെ പ്രതിരോധ തന്ത്രം കരുത്തുറ്റതാകുകയും ഭാവിയിലെ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ സദാസമയവും സജ്ജമായിരിക്കാനും കഴിയും. അഗ്നി-6 മിസൈലിന് സർക്കാർ ഭാഗത്തു നിന്നുമുള്ള അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യത്തെ പ്രതിരോധ നിരീക്ഷകർ. ദീർഘദൂര മിസൈൽ ശേഷിയിൽ എന്ന പോലെ തന്നെ ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ വേഗത്തിൽ മുന്നേറുകയാണ്. പ്രത്യേകിച്ച് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ അഥവാ HGV മേഖലയിലെ ഗവേഷണങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും. ശബ്ദവേഗതയുടെ നിരവധി മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ സാങ്കേതിക വിദ്യകൾ ഭാവിയിലെ യുദ്ധരംഗത്തെ നിർണായകമായി സ്വാധീനിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.